അപ്പോൾ ഇത് നമ്മൾ ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ച ബീഫാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ചെറിയ ക്യൂബ്സ് പോലെയാണ് മുറിച്ചേക്കുന്നത്. ഈ ഒരു വലിപ്പത്തിനാണ് മുറിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു ബീഫ് കറി ആണ് വെക്കുന്നത്. കായൊക്കെ ഇട്ട് വെക്കുന്ന ഒരു നല്ല ബീഫ് കറിയാണ്. അപ്പോൾ നമ്മളൊരു 1 കിലോ ബീഫുണ്ട്. അതിലേക്കൊരു 2 കായ, പച്ചക്കായ, നല്ല പച്ചക്കായ കിട്ടി. നല്ല പച്ചക്കായ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പം അരിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബീഫിലേക്ക് മസാല ഇട്ടേക്കാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കറിവേപ്പില അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി ഒരു 2.5 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ മീറ്റ് മസാല, അത് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ വരും, ഒരു 1.5 സ്പൂൺ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. ഇത് 1 കിലോ ആണ് ബീഫ്. ഒരു 2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ കൊത്തുമുളക് എന്നൊക്കെ പറയും, നമ്മൾ ഈ ഉണങ്ങിയ മുളക് പൊടിച്ചെടുത്തത് അത് നമ്മൾ തന്നെ പൊടിച്ചിട്ട് അത് ഒരു 1/2 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഒരു ക്രിപ്സി, നല്ലൊരു ടേസ്റ്റി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, ചെറിയ സ്പൂൺ 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില അതിൽ മിക്സ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രാമ്പൂ, കറാമ്പൂ ഒക്കെ പൊടിച്ചതാണ്. കുരുമുളക്, ഗ്രാമ്പൂ, കറാമ്പൂ, ഇല എല്ലാം കൂടി പൊടിച്ച മസാലയും കൂടിയാണ് ഈ ചേർത്തേക്കുന്നത്. അതൊരു നല്ല മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ചേർത്തേക്കുന്നത്. ഞാൻ പാക്കറ്റിൽ കിട്ടുന്നത് സാധാരണ ഉപയോഗിക്കാറില്ല. ഇതൊക്കെ നമ്മൾ പൊടിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഞാനിതിലൊരു ക്യാരറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കറി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ക്യാരറ്റും കായും ഇട്ടിട്ടാണ് ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കുന്നത്. ഇപ്പം ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു 4-5 വെളുത്തുള്ളി, ഒരു തക്കാളി, അതുപോലെ ഒരു 3-4 ഉള്ളി നമ്മുടെ വലുപ്പത്തിനനുസരിച്ച് എടുക്കാം. ഒരു 3 ഉള്ളി, ഇത് വലിയ ഉള്ളി ആയതുകൊണ്ട് ഒരു 3 ഉള്ളി, ഒരു 3-4 പച്ചമുളക്, ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഒരു 1/2 hour 40 മിനിറ്റ്സോളം നമ്മൾ അവിടെ വെക്കുകയാണ്. ഇനി ഫ്രിഡ്ജിൽ വെക്കണം എന്നുള്ളവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് ഇതായി കിട്ടും. ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല, കാരണം വെച്ചാൽ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ അരിയണ സമയം കൊണ്ട് ഒരു 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതിന് ശേഷം നമ്മളിത് ബാക്കി കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഈ പച്ചക്കായൊക്കെ മുറിച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിന് ബീഫിൻ്റെ കഷ്ണം പോലെ ക്യാരറ്റും കൂടെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിപ്പം വേവിക്കുകയാണ്. അപ്പോൾ വേവിക്കുമ്പം ആദ്യം നമ്മൾ ബീഫ് വേവിച്ച് ഒരു 3/4 വേവായതിന് ശേഷം ഇത് കിട്ടാൽ മതി. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ബീഫ് ഇപ്പോൾ ഒരു 1/2 മണിക്കൂറിന് മുകളിലായുണ്ട്, ഒരു 40 മിനിറ്റോളം ആയുണ്ട്. അപ്പം ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. വേവിക്കുമ്പോൾ നേരിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ച് അതിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ കുക്കറിൽ അടിക്കുന്നവർക്ക് അങ്ങനെ അടിച്ച് എടുക്കാവുന്നതാണ്. കുക്കറിൽ അടിക്കുകയാണെങ്കിൽ ഒരു 3 വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ അടിക്കുക. അതല്ല നേരിട്ട് ചെമ്പിൽ വേവിക്കുകയാണെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചെമ്പിലേക്ക് നേരിട്ട് ഒരു വേവിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയും അരിഞ്ഞു, അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. തക്കാളി വളരെ ചെറിയ പീസായിട്ടാണ് അരിയേണ്ടത്. തക്കാളി ഇപ്പോൾ ഇടേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഉള്ളി വഴറ്റി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് വാടിയതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്ത് ഇളക്കി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ബീഫ് അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കുകയാണ്. അപ്പോൾ നമ്മൾ തക്കാളി ഈ രീതിയിലാണ് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത്, ചെറിയ പീസായിട്ട്. ഇത് വലിയൊരു തക്കാളി ഉണ്ട്, ചെറിയ തക്കാളിന് 2 എടുക്കാവുന്നതാണ്. ഈ തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇടേണ്ട കാര്യമില്ല, പക്ഷെ തക്കാളി ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റ് വരും കറിക്ക്. ഉള്ളി വഴറ്റുകയാണ് ഇപ്പം, നല്ല രീതിയിൽ വഴറ്റി വരുന്നത്. അതിൽ ഒരു പൊടിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി നല്ല പെട്ടെന്ന് വഴറ്റി കിട്ടും. ഇതിൽ നമ്മൾ എല്ലാം ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് വഴറ്റി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് തക്കാളി ചേർത്ത് വഴറ്റി നന്നായി ആയതിനു ശേഷം നമുക്ക് ബീഫ് ചേർക്കാം. നമുക്കിങ്ങനെ ഒരു ബ്രൗൺ കളറായാൽ അതിലേക്ക് തക്കാളി ചേർത്ത് നന്നായി ഇളക്കാം. അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം തക്കാളിയൊക്കെ വാടിയതിന് ശേഷം നമുക്കതിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച ബീഫ് ചേർക്കാം. അപ്പോൾ നമ്മളതിലേക്ക് ബീഫ് ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരുന്നു. നന്നായി മിക്സ് ആവണ വരെ നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി കുക്കറിലാണ് ഇടുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 വിസിൽ
അടിച്ചതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ആവുന്നതാണ്. ഒരു മീഡിയം തീയിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ വെള്ളം ഞാൻ പ്രത്യേകിച്ച് ഒഴിച്ചിട്ടില്ല, കാരണം ഇതിൽ ഓൾറെഡി വെള്ളമുണ്ട്. നമ്മൾ പിഴിഞ്ഞ് വെച്ചെങ്കിലും അതിൽ വെള്ളം ഉണ്ടായിരുന്നു. ഇനി വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് നന്നായി വേവട്ടെ. വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളതിലേക്ക് കായും ബീഫ് ഒരുമാതിരി വെന്ത് ഓൾമോസ്റ്റ് ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കായ ഇട്ടു, അതിന് ശേഷം ക്യാരറ്റ് ഇട്ടു. കാരണം വെച്ചാൽ ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് വരുന്നതാണ്. ഇനി നമുക്കൊരു 15 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കറി റെഡിയാണ്. ഇപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഗ്രേവിയൊക്കെ ആയി. നല്ല ബീഫ് കറി പൊറോട്ടയും ചപ്പാത്തിയും ചോറിനൊപ്പം നെയ്ച്ചോറിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.